എല്ലാവർക്കും നമസ്കാരം. നായർ സംഗമത്തിൻ്റെ രാഘവീയം അധ്യാത്മികം 2026 എന്ന പതിപ്പിൻ്റെ ആദ്യ പ്രഭാഷണം ഇന്ന് അരങ്ങേറുകയാണ്. ഈ ചടങ്ങിൻ്റെ തുടക്കത്തിനായി പ്രാർത്ഥന ചൊല്ലുവാൻ ശ്രീമതി AK നളിനി അവർകളെ ക്ഷണിക്കുന്നു. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. നായർ സംഗമത്തിന്റെ രാഘവീയം അധ്യാത്മികം 26-ാം പതിപ്പ് ഇന്ന് സമാരംഭിക്കുകയാണ്. നായർ സംഗമം രാമായണ മാസാചരണത്തോടു ബന്ധപ്പെട്ട് പ്രഭാഷണങ്ങൾ, നിത്യേനയുള്ള രാമായണ വായനകൾ, കീർത്തനങ്ങൾ, ഭജനപ്പാട്ടുകൾ എന്നിവയോട് സമ്പുഷ്ടമായ ഒരു വേദിയാണ് ഞങ്ങൾ ഒരുക്കുന്നത്. ഇന്ന് ആദ്യ പ്രഭാഷണം നടത്തുവാനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീ സാബു പ്രസാദ് ജിയാണ്. അദ്ദേഹം ഈ വേദിയിലേക്ക് തിരക്കിനിടയിൽ വന്നെത്തിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. നായർ സംഗമത്തിന്റെ രാഘവീയം അധ്യാത്മികം 2026 പതിപ്പ് ഇന്നിവിടെ ശുഭാരംഭം കുറിക്കുകയാണ്. രാമായണ മാസാചരണത്തുമായി ബന്ധപ്പെട്ട് നിത്യേനയുള്ള രാമായണ പാരായണം, അതുപോലെ തന്നെ കീർത്തനങ്ങൾ, പ്രഭാഷണങ്ങൾ എന്നിവ കോർത്തിണക്കിയാണ് ഞങ്ങൾ ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള നിരവധി ശ്രീരാമ ഭക്തർ ഈ പരിപാടിയിൽ പങ്കുചേരുന്നുണ്ട്. അവർക്കെല്ലാവർക്കും ഞാൻ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും നേരുവാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഇന്ന് ഇവിടെ ആദ്യ പ്രഭാഷണം നടത്തുവാനായി നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് ശ്രീ ഷാബു പ്രസാദ് ജിയാണ്. തിരക്കിട്ട ജീവിതത്തിനിടയിലും നമുക്ക് സമയം കണ്ടെത്തി നമ്മളോടൊപ്പം സംവദിക്കുന്ന നായർ, മറ്റു നായർ സംഗമത്തിന്റെ അംഗങ്ങൾ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്ന ഷാബു പ്രസാദ് സാറിനെ കുറിച്ച് വളരെ കുറഞ്ഞ വാക്കുകളിൽ പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം പന്തളം സ്വദേശിയാണ്. NSS കോളേജിൽ നിന്ന് ഫിസിക്സിൽ ബിരുദം നേടിയ ശേഷം കാൺപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും MSc-യും നേടി. വിവിധ മൾട്ടിനാഷണൽ കമ്പനികളിൽ സീനിയർ മാനേജറായി 22 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. 2018-20 കാലത്ത് കുരുക്ഷേത്ര പ്രകാശന്റെ ജനറൽ മാനേജർ ആയി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2020 കോഴിക്കോട്ടെ ആസ്ഥാനമാക്കി വേദ ബുക്സ് എന്ന പ്രസിദ്ധീകരണശാല അദ്ദേഹം നടത്തുന്നു. ചരിത്രം, ശാസ്ത്രം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ 10 പുസ്തകങ്ങൾ ഇതിനോടകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കേസരിയിൽ വിവിധ വിഷയങ്ങളിൽ എഴുതാറുണ്ട്. സ്ഥിരമായ പങ്ക്തി കൈകാര്യം ചെയ്യുന്നുണ്ട്. ചാനലുകളിൽ സമകാലീന സംഭവങ്ങളിൽ ദേശീയ പക്ഷത്ത് നിന്ന് സംസാരിക്കുന്ന ഈ മാന്യ സുഹൃത്തിനെ പരിചയപ്പെടുത്തുവാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും നടത്തുന്നുണ്ട്. ഇന്ന് രാമായണ മാസാചരണ വേളയിൽ രാമായണത്തിന്റെ പ്രസക്തിയും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളുമാണ് അദ്ദേഹം ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രീ ഷാബു പ്രസാദ് ജിയെ ഹാർദവമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. എല്ലാവർക്കും വളരെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഇങ്ങനെ ഈ
മഹത്തായ ഈ രാമായണ മാസ ദിനങ്ങളിൽ ഇങ്ങനെ ഒരു അവസരം രാമായണത്തെപ്പറ്റിയും രാമായണത്തിൻ്റെ സമകാലീന പ്രസക്തിയെപ്പറ്റിയും സംസാരിക്കാൻ ഒരവസരം തന്നതിന് ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻജിയോടും ഈ കൂട്ടായ്മയോടും എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള ഒരു നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ഞാൻ വന്നിരുന്നു. ഏതാണ്ട് 1 മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു എളിയ കുറച്ച് വാക്കുകൾ ഞാൻ സംസാരിച്ചിരുന്നു. രാമായണത്തെപ്പറ്റി ചെറുപ്പകാലം മുതൽ ബാല്യകാലം മുതൽ അറിഞ്ഞതും കേട്ടതും മുതിർന്നപ്പോൾ പഠിച്ചതുമായ വിവരങ്ങൾ മാത്രമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. കഴിഞ്ഞ വർഷം ഈ പ്രഭാഷണം കേട്ടവരിൽ ഒരു പക്ഷേ ആവർത്തന വിരസത തോന്നിയെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം എപ്പോൾ പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും 4ഉം 3ഉം കൂട്ടിയാൽ 7 കിട്ടുകയുള്ളൂ. അത് ഞാൻ ഇന്ന് പറഞ്ഞാലും നാളെ പറഞ്ഞാലും ഇനി 10 വർഷം കഴിഞ്ഞ് പറഞ്ഞാലും 4ഉം 3ഉം കൂട്ടിയാൽ 7 തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് രാമായണത്തിൻ്റെ കാര്യം. നമ്മൾ എങ്ങനെ പറഞ്ഞാലും രാമായണത്തിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ അതിൻ്റെ അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളിലേക്കും സത്യങ്ങളിലേക്കും മാത്രമേ നമുക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഒരുപക്ഷെ ആവർത്തന വിരസത തോന്നിയേക്കാം. സദയം ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഈ രാമായണത്തെപ്പറ്റി, അതായത് വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട്, എൻ്റെയൊക്കെ വളരെ ചെറുപ്പകാലത്ത് ഒരു 15-16 വയസ്സൊക്കെ ഉള്ള സമയത്ത് എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രാമായണത്തെ പറ്റിയുള്ളൊരു പരാമർശമുണ്ട്. അത് മാനനീയ പരമേശ്വർജിയുടെ ഒരു പ്രഭാഷണത്തിൽ നിന്ന് കേട്ടതാണത്. അപ്പം പരമേശ്വർജിയുടെ ആ പ്രഭാഷണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, അദ്ദേഹം ഒരു ചെറിയ കഥയാണ് പറഞ്ഞത്. ആ കഥ എന്താന്ന് വെച്ചാൽ, ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അയാൾക്ക് ജീവിതത്തിലെ മനുഷ്യൻ്റെ കാര്യമല്ലേ, പല നിരാശകളും അങ്ങനെയുള്ള ജീവിത പ്രതിസന്ധികളുടെ ഒരു ഘട്ടത്തിൽ ആണല്ലോ മനുഷ്യൻ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുക. അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായിട്ടുള്ള സന്യാസതുല്യനായ ഒരു ആളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗുരുവിനോട് ഈ വിവരം പറഞ്ഞു. ഗുരു, എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവുന്നില്ല. അപ്പോൾ എനിക്ക് ഈ ജീവിതം അവസാനിപ്പിക്കാനാണ് തോന്നുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുകയാണ്. ഞാനിത് അങ്ങയോട് മാത്രമേ പറയുന്നുള്ളൂ. അങ്ങ് എന്നെ പിന്തിരിപ്പിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഗുരുവിനോട് പറഞ്ഞത്. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? അദ്ദേഹത്തിനെ പിന്തിരിപ്പിക്കാനൊന്നും പോയില്ല. ശരി, നിനക്ക് അങ്ങനെയാണ് നിന്റെ തീരുമാനമെങ്കിൽ, ഉറച്ച തീരുമാനമെങ്കിൽ ശരി, നീ ആ തീരുമാനത്തിൽ നിന്ന് ഇളകേണ്ട കാര്യമില്ല. തീരുമാനം മാറ്റാൻ ഞാൻ നിർബന്ധിക്കുകയുമില്ല. പക്ഷേ നിന്റെ ഗുരു എന്നുള്ള നിലയിൽ എനിക്ക് ഒരു കാര്യത്തിൽ നീ എനിക്ക് വാക്ക് തരണം. നീ മരിച്ചോളൂ, നോ പ്രോബ്ലം. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. അത് നീ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചെയ്യും, ഉറപ്പായിട്ടും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നീ മരിക്കുന്നതിന് മുമ്പ് രാമായണം ഒന്ന് മനസ്സിരുത്തി വായിക്കണം. മനസ്സിരുത്തി എല്ലാ അർപ്പണത്തോടു കൂടി അത് വായിക്കുക. അത് വായിച്ച് പൂർത്തിയാക്കിയതിന് ശേഷം നീ ആത്മഹത്യ ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് അദ്ദേഹത്തിൻ്റെ ആ ഗുരുവിൻ്റെ ഗുരുവചനമല്ലേ. അത് അദ്ദേഹം ശിരസാവഹിച്ച് അദ്ദേഹം രാമായണം വായിക്കാൻ തുടങ്ങി. ഇത് അദ്ദേഹം രാമായണം വായിച്ചു തുടങ്ങി. ആ രാമായണത്തിൻ്റെ ഓരോ കഥാസന്ദർഭങ്ങളിലൂടെയും അങ്ങനെ പോയി അങ്ങനെ കുറേ ദിവസങ്ങൾ കൊണ്ട് രാമായണം പൂർണ്ണമായി വായിച്ചു തീർന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഗുരുവിനെ വന്ന് കണ്ടു. ഗുരു, ഞാൻ രാമായണം വായിച്ചു തീർന്നു, അങ്ങയുടെ ഉപദേശപ്രകാരം ഞാൻ രാമായണം വായിച്ചു തീർന്നു. എന്നിട്ട്
ഞാൻ ആത്മഹത്യ ചെയ്യുന്നില്ല. ആ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറുകയാണ്. അപ്പോൾ ഗുരു ചോദിച്ചു, അതെന്താ നീ ഇത് വേണ്ട എന്ന് വെച്ചത്? അത് ഗുരു രാമായണത്തിൽ കൂടെ കടന്നു പോയപ്പോഴാണ് എൻ്റെ പ്രതിസന്ധികൾ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച കാരണങ്ങളൊന്നും ഒരു കാരണങ്ങളേ അല്ല എന്നെനിക്ക് മനസ്സിലായത്. കാരണം ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോയാൽ നമ്മൾ ഞെട്ടിപ്പോകും. നമ്മൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ പറ്റി മാത്രം ആലോചിക്കും. ഭഗവാന്റെ അവതാരമാണ്, ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് മഹാവിഷ്ണു അവതരിച്ചതാണ്. ഇതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ശ്രീരാമൻ എന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതം, അത് മാത്രം നമ്മളൊന്ന് നോക്കൂ. അതിൻ്റെ കാരണം പറയുന്നത്, അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാ വിദ്യകളും അഭ്യസിച്ച് വില്ലാളി വീരനായി, മഹായോദ്ധാവായി വിവാഹം കഴിച്ച് അയോധ്യയിലെത്തി ദിവസങ്ങൾ കഴിഞ്ഞില്ല, അദ്ദേഹത്തിന് രാജ്യത്തിൽ നിന്ന് പോകേണ്ടി വന്നു. രാജ്യം നഷ്ടപ്പെട്ടു മഹാരാജകുമാരന്. എന്നിട്ട് 14 വർഷം എല്ലാ പ്രതിസന്ധികളിൽ കൂടെയും ഭീകരമായ ഭയാനകമായ ചുറ്റുപാടുകളിൽ വനത്തിൽ കഴിയുക, ക്രൂരമൃഗങ്ങളും രാക്ഷസന്മാരെയും നേരിടേണ്ടി വരിക. കാരണം ഇതൊന്നും അദ്ദേഹം അർഹിക്കുന്നതല്ല, അദ്ദേഹം അർഹിച്ച കാര്യങ്ങളെയല്ല. അതും കഴിഞ്ഞ് ഏതോ ഒരു രാക്ഷസൻ വന്ന് സ്വന്തം ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി, സഹായിക്കാൻ ആരുമില്ല. അയോധ്യാധിപതിയായ അയോധ്യ രാജകുമാരനായ ശ്രീരാമൻ്റെ കാര്യമാണ്. എന്നിട്ട് സഹായിച്ച ഏതാനും കുറച്ച് കുരങ്ങന്മാരുടെ സഹായത്തോടു കൂടി ആ രാക്ഷസനെ വധിച്ച് ഭാര്യയെ വീണ്ടെടുത്ത് തിരിച്ച് അയോധ്യയിൽ വന്നു. കുറച്ച് നാൾ രാജാവായിട്ട് ആ രാജാധികാരം കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം കഴിഞ്ഞു, ഇനി തിരിച്ചു പോര് എന്ന് പറഞ്ഞ് അദ്ദേഹം സരയൂ നദിയിൽ ജീവാഹുതി ചെയ്യുകയാണ് ചെയ്തത്. ശ്രീരാമനെ പോലെ ഒരു മഹായോദ്ധാവിന് ഒരു വീരമരണം പോലും ദൈവം നൽകിയില്ല എന്നുള്ളതാണ് അതിൻ്റെ വാസ്തവം. രാവണന് വീരമരണം കിട്ടി. ശ്രീരാമൻ വധിച്ച എല്ലാ രാക്ഷസന്മാർക്കും വീരസ്വർഗം ലഭിച്ചു. രാമന്റെ കൈകൾ കൊണ്ട് മരിച്ചതുകൊണ്ട് മാത്രം മോക്ഷം ലഭിച്ചു. പക്ഷെ രാമന് മാത്രം അത് ലഭിച്ചില്ല. രാമൻ ദൈവമാണ്, അല്ല, അതവിടെ നിൽക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇത്രയധികം പ്രതിസന്ധികൾ നേരിട്ടിട്ടും, ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധികൾ നേരിട്ടിട്ടും തൻ്റെ സ്വധർമ്മത്തിൽ നിന്നും ഉത്തരവാദിത്വങ്ങളിൽ നിന്നും 1/2 ഇഞ്ച് പോലും പിന്മാറാൻ രാമൻ തയ്യാറായില്ല. അതാണ് ശ്രീരാമനെ മര്യാദാ പുരുഷോത്തമനാക്കിയത്. നോക്കൂ, ഏതെങ്കിലും അവതാരത്തിന് നമുക്ക് ഇത് മുഴുവൻ നോക്കി ഒരു സാധാരണ മനുഷ്യനെ മാതൃകയാക്കാൻ സാധിക്കുന്ന ഒരു ഈശ്വര സങ്കല്പമുണ്ടെങ്കിൽ അത് ശ്രീരാമൻ മാത്രമാണ്. ഞാൻ മറ്റുള്ള അവതാരങ്ങളെയോ കൃഷ്ണനെയോ അങ്ങനെ ഒന്നും ഇതാക്കി പറയില്ല. നമുക്ക് ആ കൃഷ്ണന് സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ എത്തിപ്പെടാൻ സാധിക്കാത്ത മറ്റൊരു തലമാണ് കൃഷ്ണൻ്റേത്. എന്നാൽ രാമനെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്രൻ എങ്ങനെയായിരിക്കണം, ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം, ഒരു രാജാവ് എങ്ങനെയായിരിക്കണം, ഒരു രാജകുമാരൻ എങ്ങനെയായിരിക്കണം, ഒരു മകൻ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഇതൊക്കെയല്ലേ നമ്മുടെ സാധാരണ മനുഷ്യർ. നമ്മൾ മകനാണ്, ഭർത്താവാണ്, പിതാവാണ്, ഗുരുവാണ്, ശിഷ്യനാണ്, ഇതെല്ലാം അല്ലേ നമ്മൾ സാധാരണ മനുഷ്യരെന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സാധാരണ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളിലും നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ ഒരു മാതൃകയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രീരാമൻ്റെ ഏറ്റവും വലിയ പ്രസക്തി, ശ്രീരാമൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് ശ്രീരാമൻ മര്യാദാ പുരുഷോത്തമനാകുന്നത്. അതുകൊണ്ടാണ് രാമായണം വായിക്കണം എന്ന് നമ്മൾ പറയുന്നത്.
ഈ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴാണ് സത്യത്തിൽ ആ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച മനുഷ്യൻ അതിൽ നിന്ന് പിന്മാറിയത്. എന്നിട്ട് പ്രതിസന്ധികളെ നേരിടാൻ അദ്ദേഹം തീരുമാനിച്ചത് രാമൻ്റെയും രാമായണത്തിൻ്റെയും സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് അദ്ദേഹം നടന്നുപോയത്. ഇതാണ് സത്യത്തിൽ. ഞാൻ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ വിടും, ഭഗവാന്റെ ഉപദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വിടും. നമ്മൾ ഇത് മാത്രം ഒന്ന് നോക്കിയാൽ പോലും ഈ രാമായണത്തിന് നമ്മുടെ എക്കാലത്തെയും ഏത് കാലത്തെയും മനുഷ്യ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഏത് കാലഘട്ടമായിക്കോട്ടെ, അത് ത്രേതായുഗമായിക്കോട്ടെ, ദ്വാപരയുഗമായിക്കോട്ടെ, കലിയുഗമായിക്കോട്ടെ, 21ാം നൂറ്റാണ്ടായിക്കോട്ടെ, ഇനി ഒരു 500 നൂറ്റാണ്ടുകൾ വന്നാൽ അതുമായിക്കോട്ടെ, എല്ലാ കാലഘട്ടത്തിലും മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. നോക്കൂ, ശ്രീരാമൻ നേരിട്ട അതേ പ്രശ്നങ്ങൾ നമ്മളും നേരിടുന്നില്ലേ നമ്മുടെ ജീവിതത്തിൽ? ഏത് കാലഘട്ടത്തിലും ഇനി എന്തൊക്കെ ടെക്നോളജി വന്നോട്ടെ, ഇനി എന്തൊക്കെ പുരോഗതികൾ ഉണ്ടായിക്കോട്ടെ, ഈ ലോകം എങ്ങനെയൊക്കെ കീഴ്മേൽ മറിഞ്ഞോട്ടെ, മനുഷ്യനുള്ള കാലത്തോളം മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ, അടിസ്ഥാന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന സന്ദേശത്തിനും ഏത് കാലത്തും എന്നും പ്രസക്തിയുണ്ട്. അതിന് രാമായണത്തോളം, ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തോളം വലിയ ഒരു ഉദാഹരണവും ഒരു മാതൃകയും വേറെയില്ല. ഒരു സംശയവും വേണ്ടത്. മാത്രമല്ല, ഇപ്പം മഹാഭാരതം എന്നൊക്കെ പറയുമ്പം അതങ്ങ് ഫിലോസഫികളുടെയും കഥകളുടെയും ഉപകഥകളുടെയും ഉപദേശങ്ങളുടെയും അങ്ങനെ നീണ്ടു പരന്ന് കിടക്കുകയാണ് ആ സംഭവം. ഒരു വലിയ കടലാണ്. അതിലേക്ക് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര അതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ള കാര്യം സംശയമാണ്. ഒരു ശതമാനമെങ്കിലും നമുക്കതിൻ്റെ അകത്ത് ഉൾക്കൊള്ളാൻ സാധിച്ചാൽ തന്നെ വലിയ കാര്യം. ഈ വലിയ മഹാഭാരതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഭഗവത്ഗീത. ആ ചെറിയ ഭാഗം എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് കാര്യങ്ങളാണ് മഹാഭാരതത്തിലുള്ളത്. അതുകൊണ്ട് നമുക്കത് നമ്മുടെ നിത്യജീവിതത്തിൽ, അതിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന, മാതൃകയാക്കാൻ പറ്റുന്ന എത്രത്തോളം കാര്യങ്ങൾ ഉണ്ടാകും എന്ന് നമുക്ക് അത് പ്രയാസമാണത്. എന്നാൽ രാമായണം അതല്ല. മഹാഭാരതം ഒരു വലിയ കടലാണെങ്കിൽ രാമായണം എന്ന് പറയുന്നത് നമ്മയൊക്കെ കണ്ണിനും കരളിനും കുളിർമയും ജീവനും നൽകുന്ന ഒരു മനോഹരമായ ഒരു ജലപ്രവാഹമാണ്, ഒരു നദിയാണ്. അതിൻ്റെ തീരത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൊന്ന് മുങ്ങി നിവരുമ്പോൾ നാം മറ്റൊരാളായി മാറുകയാണ്. അതാണ് ഈ രണ്ട് ഇതിഹാസങ്ങളും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം. ഈ രണ്ടിനും അതിൻ്റേതായ പ്രസക്തിയുണ്ട്. പക്ഷേ സാധാരണ മനുഷ്യൻ്റെ സാധാരണ ജീവിതത്തോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്നത് ഈ രാമായണം. അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിലെ രാമായണ വായന, അല്ലെങ്കിൽ രാമായണത്തെ പറ്റിയുള്ള പ്രഭാഷണങ്ങൾ, രാമായണത്തെ പറ്റിയുള്ള ചർച്ചകൾ, രാമായണം നൽകുന്ന സന്ദേശങ്ങളെ പറ്റിയുള്ള അവബോധങ്ങൾ, ഇതിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ ഇത്രയേറെ പ്രാധാന്യം കിട്ടാനുള്ളത്. 18 പുരാണങ്ങളുണ്ട്, 100 കണക്കിന് ഫിലോസഫികളുണ്ട്, 100 കണക്കിന് ഉപനിഷത്തുകളുണ്ട്. അങ്ങനെ വരുന്നതാണ്. എത്രയോ നമ്മുടെ ഭാരതീയ സാഹിത്യം അല്ലെങ്കിൽ സംസ്കാരത്തിൻ്റെ മാനബിന്ദുക്കളായിട്ടുള്ള ആ എഴുത്തുകളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അതിൽ നമ്മൾ കൃത്യമായിട്ട് വായിക്കണം എന്ന് ഇൻസിസ്റ്റ് ചെയ്തിരിക്കുന്ന, ഉപദേശിച്ചിരിക്കുന്ന, നമ്മളോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് രാമായണം മാത്രമാണ്. അതെന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ബോധപൂർവം മനസ്സിലാക്കി തന്നെ വേണം നമ്മൾ മുമ്പോട്ട് നീങ്ങാൻ. നമ്മൾ അതിനെ ഉൾക്കൊണ്ട് തന്നെ മുമ്പോട്ട് നീങ്ങേണ്ടതുമുണ്ട്. അതിന് ഈ കാലഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും വലിയ പ്രസക്തിയാണുള്ളത്. ചിന്തിച്ച് നോക്കിയിട്ടില്ലേ, എന്താണ് രാമായണം മാത്രം എന്നുള്ളത്? ഇന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിക്കാത്തവരാരും ഉണ്ടാവില്ല. അതിനോടൊപ്പം നമ്മൾ ഈ
രാമായണത്തിൻ്റെയും നമ്മുടെ ഈ സാധാരണ നമ്മുടെ മനുഷ്യ ജീവിതത്തിലെ സാധാരണ ജീവിതത്തിലെ പ്രസക്തിയോടൊപ്പം തന്നെ പല മേഖലകളിലും പല മാനങ്ങളിലുമുള്ള പ്രസക്തി രാമായണത്തിനുണ്ട്. നോക്കൂ, രാമായണം നൽകുന്ന ചില സന്ദേശങ്ങൾ നോക്കൂ. നമ്മൾ കേട്ടിട്ടില്ലേ, ആ കഥ കേട്ടിട്ടില്ലേ? അതായത് ലങ്ക കീഴടക്കി, മനോഹരിയായ ലങ്ക, സമൃദ്ധി കൊണ്ട് സമ്പൽ സമൃദ്ധമായ ലങ്ക, ഒരുപക്ഷെ കോസല രാജ്യത്തിന് അയോധ്യയ്ക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത സമൃദ്ധിയുള്ള ലങ്ക, വൈശ്രവണന്റെ ലങ്കയാണ്. ആലോചിച്ച് നോക്കണം, ഈശ്വരന്മാർ വരെ കടം വാങ്ങുന്ന വൈശ്രവണന്റെ ലങ്ക. ആ ലങ്ക കീഴടക്കിയപ്പോൾ നമുക്കിനി ഇവിടെ കൂടിയാൽ പോരെ എന്ന് ലക്ഷ്മണൻ ചോദിക്കുമ്പോൾ രാമൻ പറയുന്നത് വളരെ അഭിസ്വർണമയി ലങ്ക നമേ രോചത്തെ ലക്ഷ്മണ ജനനീ ജന്മഭൂമിശ്ച സ്വർഗാതക വിജീയസി. അതിലെ അവസാനത്തെ വരികൾ നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷേ ഈ 4 വരികൾ ചേരുമ്പോഴേ അഭിസ്വർണമയി ലങ്ക, ഈ ലങ്ക സ്വർണമയി ആയിരിക്കണം. നമ്മെ രോചത ലക്ഷ്മണ, പക്ഷേ അതെന്നെ ഭ്രമിപ്പിക്കുന്നില്ല, അതെന്നെ മോഹിപ്പിക്കുന്നില്ല ലക്ഷ്മണ. കാരണം എന്താണ്? ജനനീ ജന്മഭൂമിശ്ച, ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ്. നോക്കൂ, ഈ വാക്കുകൾക്ക്, ഈ വരികൾക്ക് ഏത് കാലത്താണ് പ്രസക്തിയില്ലാത്തത്? ഏത് കാലത്താണ് ഈ വരികൾ, ഈ സന്ദേശം നമ്മെ പ്രചോദിപ്പിക്കാത്തത്, നമ്മെ ആവേശം കൊള്ളിക്കാത്തത്? ഈ സന്ദേശത്തിൻ്റെ അഭാവമല്ലേ, അല്ലെങ്കിൽ ഈ സന്ദേശം വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാത്തതല്ലേ സത്യത്തിൽ ഭാരതം ഇന്ന് നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളുടെ കാരണം? രാജ്യസ്നേഹം നഷ്ടപ്പെട്ട, രാഷ്ട്രത്തിൽ ജനിച്ചു വളർന്ന രാഷ്ട്രത്തിനോട്, രാജ്യത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റും കൂറുമില്ലാത്ത ഒരു തലമുറ, വലിയൊരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഉത്തരം വളരെ ക്ലിയറാണ്. രാമായണത്തിൻ്റെ ഈ സന്ദേശം നമ്മുടെ കാലങ്ങൾ കടന്നു വന്നപ്പോൾ നമ്മുടെ ജനറേഷനിൽ എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് ഇവിടുത്തെ അവിടെയും ഇങ്ങനെയുമുണ്ട്. അതേപോലെ രാമായണത്തിലെ വളരെ വാൽമീകി രാമായണത്തിൽ വളരെ നമ്മളെ ഹാർട്ട് ടച്ച് ചെയ്യുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. രാമൻ്റെ അമ്പേറ്റ് രാവണൻ വീണ് കിടക്കുകയാണ്, മരണം കാത്ത് കിടക്കുകയാണ്. ആ സമയത്ത് രാമനും ലക്ഷ്മണനും കൂടി രാവണൻ്റെ അടുത്തെത്തി. രാവണൻ തൊഴുതു. അദ്ദേഹത്തിന് അറിയാം ഇത് ഭഗവാനാണ്, താൻ മോക്ഷത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് ലക്ഷ്മണനോട് പറയുകയാണ്, ലക്ഷ്മണ, നീ ആ കാൽക്കലിരിക്കൂ, എന്നിട്ട് രാവണനിൽ നിന്ന് രാജധർമ്മം നീ എന്താണെന്ന് പഠിക്കൂ. ആലോചിച്ച് നോക്ക്. കാര്യം രാവണനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അധർമ്മത്തിൻ്റെ ഒരു 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 പ്രതീകമാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിവിടെ കേട്ടിട്ടില്ലേ, വലിയ ഒരു വളരെ പ്രസിദ്ധമായ ഒരു ശിവസ്തുതിയുണ്ട്, ജടാകടാഹ സംഭ്രമം എന്ന് പറഞ്ഞ കൃതി കേട്ടിട്ടില്ലേ? ആ ശിവസ്തുതി കേട്ടിട്ടില്ലേ? രാവണൻ എഴുതിയതാണത്, രാവണ വിരചിതമാണത്. അതുപോലെ രാവണൻ പണ്ഡിതനായിരുന്നു, സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ രാവണൻ അസാധ്യ റേഞ്ചുള്ള ഒരു മനുഷ്യനായിരുന്നു. ആ രാവണനിൽ നിന്ന് പോലും പക്ഷെ അധർമ്മം അദ്ദേഹത്തിൻ്റെ ഒരു മുഖമുദ്രയുമായിരുന്നു. അങ്ങനെ അധർമ്മിയായ ഒരു മനുഷ്യനിലെ നന്മകൾ കൂടി, നല്ല വശങ്ങൾ കൂടി കണ്ടെത്തി അത് തൻ്റെ അനുജനോട് പറഞ്ഞ് അവിടെ നിന്ന് ഉപദേശിക്കാൻ പറയുന്ന ശ്രീരാമൻ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. എന്താണത്? രാവണൻ്റെ ചെയ്തികളുടെ ഫലം രാവണൻ അനുഭവിച്ചു. പക്ഷേ രാവണൻ്റെ നന്മകൾ എന്ന് പറയുന്നത്, രാവണൻ്റെ നല്ല വശങ്ങൾ എന്ന് പറയുന്നത്, അത് മാനവരാശിക്ക് മുഴുവനും അവകാശപ്പെട്ടതാണ്. അത് സ്വീകരിക്കാൻ നാം ഒരു മടിയും കാണിക്കേണ്ടതില്ല. നമുക്കിഷ്ടമില്ലാത്തവരായിരിക്കാം, നമുക്ക് ഭയങ്കര ദേഷ്യമുള്ളവരായിരിക്കാം, പക്ഷേ അവരിൽ നിന്ന് നാം പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പഠിക്കാനും
തുറന്ന മനസ്സോടുകൂടി അത് പഠിക്കാനും അതിനെ സമീപിക്കാനും നാം മടി കാണിക്കരുത് എന്നല്ലേ ഈ സന്ദേശം നമ്മളോട് പറയുന്നത്? ഈ സന്ദേശത്തിന് ഏത് കാലത്താണ് സാർ പ്രസക്തിയില്ലാത്തത്? ഏത് കാലത്തും വളരെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇതിനേക്കാൾ നല്ല മറ്റൊരു മെസ്സേജ് ഉണ്ടോ? നമ്മുടെ ഇതിഹാസങ്ങളും മുഴുവനും നോക്കിയാൽ അതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് ഒരു പക്ഷേ നമ്മുടെ ഭാരതീയ സാഹിത്യങ്ങളിൽ ഏറ്റവും അധികം വ്യാഖ്യാനങ്ങൾ ഉണ്ടായ, പല തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും കഥകളും ഉണ്ടായ ഒരു ഇതിഹാസം എന്ന് പറയുന്നത് രാമായണമാണ്. അതായത് ഞാനൊരു പ്രസാധകൻ കൂടിയാണ് എന്നെല്ലാവർക്കും അറിയാമല്ലോ. കഴിഞ്ഞ വർഷം ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരുന്നു നമ്മൾ, ശ്രീഹർഷൻ മാഷിൻ്റെ രാമായണങ്ങളുടെ ലോകം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഇത് പറയുന്നത് ഈ ലോകം മുഴുവനും പ്രചാരത്തിലുള്ള വിവിധ രാമായണങ്ങളെക്കുറിച്ചാണ്. നിങ്ങൾക്കറിയോ, ആഫ്രിക്കയിലുണ്ട് രാമായണം, ഇന്തോനേഷ്യയിലുണ്ട് രാമായണം. എന്തിന്? ഈ രാജ്യത്ത് തന്നെ ഏതാണ്ട് 100-ലധികം രാമായണങ്ങൾ പ്രചാരത്തിലുണ്ട്. വിവിധ വ്യാഖ്യാനങ്ങളിൽ, വിവിധ കഥകളിൽ. കമ്പരാമായണം പറയുന്നത് സീത രാവണൻ്റെ മകളാണെന്നാണ്. വേദവതി എന്ന ഒരു ഒരു കാട്ടാള സ്ത്രീയിൽ, വേദവതി എന്ന് പറഞ്ഞ ഒരു വനമാലാഖയിലുണ്ടായ, അവരെ കണ്ട് മോഹിച്ച രാവണന് ആ സ്ത്രീയിലുണ്ടായ മകളാണ് സീതയെന്നും, ആ സീത ഈ പെൺകുട്ടിയാൽ നീ മരിക്കും എന്ന് വേദവതി രാവണനെ ശപിച്ചുവെന്നും, ആ മരണഭയത്താൽ ഈ പിഞ്ചു കുഞ്ഞിനെ രാവണൻ പുഴയിലൊഴുക്കിയെന്നും, ആ പുഴയിലൊഴുക്കിയ കുഞ്ഞിനെയാണ് ജനകന് കിട്ടിയതെന്നും, ആ കുഞ്ഞാണ് വളർന്ന് സീതയായതെന്നും, ആ സീതയെ ആണ് രാമൻ വിവാഹം കഴിച്ച് അവസാനം ആ സീതയെ തന്നെ രാവണൻ തട്ടിക്കൊണ്ടുപോയി, ആ പെൺകുഞ്ഞിനാൽ തന്നെ രാവണൻ വധിക്കപ്പെടുന്നു എന്നുള്ള വ്യാഖ്യാനമുള്ള അങ്ങനെയുള്ള കഥയാണ് കമ്പരാമായണം. മലയാളത്തിൽ പ്രസിദ്ധമായ ഒരു കവിതയുണ്ട്, വളരെ പ്രസിദ്ധമായ കവിതയാണ്, വയലാർ രാമവർമ്മയുടെ രാവണപുത്രി എന്നാണ് ആ കവിതയുടെ പേര്. അതിൽ അവസാന ദിവസം യുദ്ധത്തിന് ഇന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം. അതായത് മനസ്സിലായി ഇത് മകളാണ് എന്ന് മനസ്സിലായി. എന്നിട്ട് എങ്കിലും രാവണൻ യുദ്ധത്തിന് പോവുകയാണ്. ആ യുദ്ധത്തിന് പോകുന്നതിൻ്റെ തലേ ദിവസം മകളെ കണ്ട് കാല് പിടിച്ച് പറയുകയാണ്, യുദ്ധത്തിന് ഇന്നലെ പോരും വഴിക്ക് തൻ പുത്രിയെ കണ്ടതാണ് അന്ത്യസന്ദർശനം. എല്ലാം പറഞ്ഞു മകളുടെ കാൽ പിടിച്ചെല്ലാം പറഞ്ഞു മടങ്ങിത്തിരിക്കവേ തന്നെഞ്ചിൽ വീണ കുമാരിതൻ മായാത്ത കണ്ണീരിനുള്ളിൽ പിതൃത്വം തളർത്തുപോയി. വളരെ ഗംഭീരമായൊരു കവിതയാണിത്. ഇങ്ങനെ രാമായണത്തിനുള്ള വ്യാഖ്യാനങ്ങളും രാമായണത്തിൽ നിന്നുണ്ടായ കഥകളും പുതിയ രാമായണം ഇങ്ങനെ എണ്ണമറ്റ് കിടക്കുകയാണ് ലോകം മുഴുവനും. അതിൻ്റെ കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ നമ്മുടെ മനുഷ്യ ജീവിതത്തോട്, മനുഷ്യൻ്റെ സാധാരണ വ്യവഹാരങ്ങളോട് ഏറ്റവും അധികം ചേർന്ന് നിൽക്കുന്ന മഹാ ഇതിഹാസം എന്ന നിലയിലാണ്. അതുകൊണ്ടാണ് നാം രാമായണം വായിക്കണം, രാമായണം ഉൾക്കൊള്ളണം, രാമായണത്തിലെ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം എന്ന് നിരന്തരം നമ്മുടെ സംസ്കാരം ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. ഇപ്പം നമ്മൾ കണ്ടതാണ്, എന്തുകൊണ്ടാണ് ഒരു ലോക ചരിത്രത്തിൽ, മനുഷ്യ ചരിത്രത്തിൽ 500 വർഷം ഒക്കെ നീണ്ടു നിന്ന പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. 1528 മുതൽ ഈ 2019 വരെ നീണ്ടു നിന്ന എത്രയോ തലമുറകളുടെ ആ ആഗ്രഹവും അവരുടെ അഭിലാഷവും ആ പ്രക്ഷോഭവുമാണ് ഇപ്പോൾ അയോധ്യയിൽ തലയുയർത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ജനറേഷൻസിന്, തലമുറകൾക്ക് ഇത് ഇത്രയധികം രാമനും രാമായണവും ഇങ്ങനെ ഹൃദയത്തിലെ വലിയൊരു വികാരമായി മാറിയത്? ഇതൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ടവരെ അതിൻ്റെ കാരണം. അതുകൊണ്ട് നാം ഈ രാമായണ മാസത്തിൽ രാമായണം വായിച്ചുകൊണ്ടേ, ഒരു പ്രാവശ്യം വായിച്ചുകൊണ്ടോ 2 പ്രാവശ്യം വായിച്ചുകൊണ്ടോ 50 പ്രാവശ്യം വായിച്ചുകൊണ്ടോ അത് പൂർണ്ണമാവില്ല. ഗംഗാനദിയിൽ ഓരോ പ്രാവശ്യം മുങ്ങുമ്പോഴും നാം മുങ്ങുന്നത് ഒരു പുതിയ ഗംഗയിലാണ്, ഒരു പുതിയ നദിയിലാണ്, ഒരു പുതുമയാണ് നാം ഉൾക്കൊള്ളുന്നത്.
അതൊരിക്കലും അവസാനിക്കില്ല. ഒരിക്കലും അവസാനിക്കില്ല. അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ട് അത് നമ്മുടെ ജീവിതചര്യയുടെ ഭാഗമാകുമ്പോഴാണ് നാം ഈ രാഷ്ട്രത്തിൻ്റെ യഥാർത്ഥ പൗരന്മാരായി മാറുന്നത്. ഇതാണ് രാമായണം നൽകുന്ന യഥാർത്ഥ സന്ദേശം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഇവിടെ എൻ്റെ പ്രിയപ്പെട്ടവരുമായി ഇവിടെ ഞാൻ പങ്കുവച്ചതും ഇതിന് എനിക്ക് ഈ ഒരവസരം നൽകിയ രാധാകൃഷ്ണൻജിയോടും ഈ കൂട്ടായ്മയോടും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. വളരെ ഗഹനമായ പക്ഷേ സരളമായ മലയാള ഭാഷയിൽ രാമായണത്തിന്റെ പ്രസക്തി, പ്രത്യേകിച്ച് നമ്മുടെ കാലഘട്ടത്തിൽ അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന എൻ്റെ ആത്മസുഹൃത്തു കൂടിയായ ഷാബു പ്രസാദ് ജിക്ക് അനുമോദനങ്ങൾ, ആശംസകൾ, അഭിനന്ദനങ്ങൾ. ഇനിയും ഇതുപോലുള്ള വേദികളിൽ രാമായണത്തെ വിശകലനം ചെയ്ത് ചർച്ച ചെയ്യുവാൻ താങ്കൾക്ക് അവസരം ലഭിക്കട്ടെ എന്ന് ശ്രീരാമചന്ദ്രാദി ദേവതകളോട് അപേക്ഷിക്കുന്നു. മറ്റൊന്ന്, സമയം ഇല്ലാതിരുന്നിട്ട് കൂടി ഇന്ന് രാവിലെ ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോഴും മറ്റൊരു മീറ്റിങ്ങിൽ ഒരു യോഗത്തിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾക്ക് ഇത് ഈ സമയത്ത് അരങ്ങേറാൻ കഴിയുമെന്നുവരെ ഞാൻ വ്യാകുലപ്പെട്ടിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിന് കറക്റ്റ് സമയത്തിന് തിരിച്ചെത്താനും ഈ വേദിയിൽ കയറാനും അവസരം ലഭിച്ചു. അദ്ദേഹത്തോട് ഞങ്ങൾ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. ചാരിതാർത്ഥ്യമുണ്ട്. എൻ്റെ ഈ രാഘവീയം അധ്യാത്മികം 2026 എന്ന പരിപാടിയുടെ സംയോജകൻ എന്നുള്ള നിലയിൽ മാത്രം ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ സംഘടനയിലെ മറ്റൊരാൾ ഈ ദൗത്യവുമായി കടന്നു വരുന്നതാണ്. ഈ അവസരത്തിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന എല്ലാവർക്കും ഞാൻ ഈ രാമായണ മാസാചരണ വേളയിൽ രാമായണ മാസ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇനിയും നമ്മൾ ഈ പ്രഭാഷണം നടത്തുന്നതായിരിക്കും. എല്ലാവരെയും കൃത്യമായി അറിയിച്ചിട്ട് അടുത്ത പ്രഭാഷണം ഞങ്ങൾ നടത്തുന്നതാണ്. അതുവരെ ശ്രീരാമദേവാദികളുടെ അനുഗ്രഹവും ശ്രീ ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ സംഹരിക്കുന്നു. അടുത്തത് എൻ്റെ സുഹൃത്ത് ഈ വേദിക്ക് നന്ദി പ്രമേയം അവതരിപ്പിക്കുന്നതാണ്. അത് നമുക്ക് കേൾക്കാം. നമസ്തേ. ഇന്നത്തെ നായർ സംഗമത്തിൻ്റെ രാഘവീയം ആധ്യാത്മികം 2026 ആധ്യാത്മിക പ്രഭാഷണ പരമ്പരയിലെ ആദ്യ പ്രഭാഷകനായ ശ്രീ ഷാബു പ്രസാദ് സാറിൻ്റെ പ്രഭാഷണം വളരെ നന്നായിരുന്നു. അദ്ദേഹത്തിന് നായർ സംഗമത്തിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും നന്ദി അറിയിക്കുന്നു. കൂടാതെ ഈ വേദിയിൽ പങ്കെടുത്ത എല്ലാ മഹനീയ വ്യക്തികൾക്കും, കൂടാതെ പ്രസിഡന്റ് ശ്രീ VPK ഉണ്ണിമേനോൻ, വൈസ് പ്രസിഡന്റ് ശ്രീമതി കുസുമകുമാരി അമ്മ, ട്രഷറർ രഘുനാഥൻ നായർ, സെക്രട്ടറി MN രാധാകൃഷ്ണൻ, ജോയിൻറ്റ് സെക്രട്ടറി K ശ്രീധർ, ശ്രീ മോഹൻ നായർ, ശ്രീ രവിരാജൻ നായർ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾക്കും ഈ പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്യാൻ സഹായിച്ച CD നെറ്റിനും മാനേജ്മെൻറ്റിനും പ്രവർത്തകർക്കും